ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയായിട്ടാണ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൽ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പട്ട വെച്ചിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് വെക്കുന്ന സിഗരറ്റ് പാൻ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. വെറും 2 അളവുകൾ മാത്രം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഒന്ന് നമുക്ക് ഹിപ്പ് റൗണ്ട് ആണ് വേണ്ടത്. ഹിപ്പ് റൗണ്ട് ഈ ഒരു ഭാഗത്ത് കാണുന്ന അളവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തെ അളവ് നമ്മൾ കറക്റ്റ് മെഷർമെന്റ് എടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ലെങ്ത് ആണ്. പാന്റിന്റെ ഇറക്കം എത്ര നീളം വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ആ ഒരു ഇറക്കം എടുക്കുക. ഈ 2 അളവുകൾ മാത്രം മതി നമുക്ക് ഈ ഒരു സിഗരറ്റ് പാന്റ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി അളവുകളൊക്കെ നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ഈ ഒരു തുണിയുടെ വീതി എന്ന് പറയുന്നത് വെറും 36 ഇഞ്ച് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് 2.5 മീറ്റർ തുണി അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു തുണി മടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതായത് ഇതേപോലെ ഒരു ക്ലോത്ത്, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതുവരെ 2.5 മീറ്റർ ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ മുതൽ ഇവിടെ വരെ 2.5 മീറ്റർ നീളമുള്ള ഈ തുണിനെ നേർ പകുതിയാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതിന്റെ വീതിയാണ് ഞാൻ ഈ മടക്കി കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക, ഇങ്ങോട്ടേക്ക് മടക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാനും ഇതിൽ നിന്ന് ഈ ഒരു പീസ് നമുക്ക് ബാക്ക് ഭാഗം കട്ട് ചെയ്യാനുമാണ്. ഇതിൽ 2 പീസ് വരും, ഇതിലും 2 പീസ് വരും. ഇങ്ങനെ അതുപോലെയാണ് ഞാൻ ഇവിടെ നിവർത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 36 ഇഞ്ച് വീതി മാത്രം ആയതുകൊണ്ടാണ് ഞാൻ 2.5 മീറ്റർ തുണി എടുത്തത്. ഇനി നിങ്ങൾക്ക് 45 ഇഞ്ച് വീതിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 1.25 മീറ്റർ തുണി ആവശ്യം വരുള്ളൂ. കാരണം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഈ ഒരു വീതിയിൽ നിന്നാണ് ഈ പാന്റിന്റെ ഇറക്കം കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഇറക്കം കട്ട് ചെയ്തത് ഈ 2.5 മീറ്റർ നേർ പകുതിയാക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ നീളം കട്ട് ചെയ്തെടുത്തത്. പാന്റിന്റെ നീളം, അതായത് പാന്റിന്റെ ഇറക്കം കട്ട് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ 45 ഇഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ചിലപ്പോൾ 60 ഇഞ്ച് വരെ എടുത്തു വരുന്ന തുണികൾ വരാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുതൽ ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കിത് കൂടുതൽ വീതിയുടെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഇതേപോലെ ഒരു 1.25 മീറ്റർ ആണെങ്കിൽ ഇതേപോലെ സെന്റർ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇത് ഇങ്ങനെ ഒന്നും കൂടെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ പാന്റിന്റെ ഇറക്കം അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 1.25 മീറ്റർ ആവശ്യം വരുള്ളൂ. നല്ല തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മീറ്റർ വരെ തുണി എടുക്കാം. അതിൽ കൂടുതൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതേപോലത്തെ മെറ്റീരിയലുകൾ നിങ്ങൾ വാങ്ങിക്കുന്ന ടൈമിൽ എന്തായാലും അതിന്റെ വീതി എത്ര ഉണ്ട് എന്നുള്ളത് അവിടെ നിന്ന് തന്നെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പൊ ഞാൻ ഈ ഒരു പറഞ്ഞ അളവിലൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കേണ്ടത്. ഇപ്പൊ ഞാനിവിടെ 2.5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ സെന്റർ മടക്കിയിട്ട് ഇതേപോലെ വീതി നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ സെന്റർ ഭാഗം മടക്കി വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പീസ് ഞാനിവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പീസും കൂടെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിന്ന് ഇവിടെ ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റിയതാണ്. ഇത് നമുക്ക് ബാക്ക് പീസ് അടയാളപ്പെടുത്താനുള്ളതാണ്. അത് ഇപ്പൊ ആവശ്യമല്ല. ആദ്യം ഫ്രണ്ടിലത്തെ അടയാളപ്പെടുത്തൽ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു സിഗരറ്റ് പാന്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതും ഫ്രണ്ടിൽ പട്ട വെച്ചിട്ട് ബാക്കിൽ ചെയ്യാൻ എങ്ങനെയാന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്. പക്ഷെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇനി ഇതിൽ അടയാളപ്പെടുത്താം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഒരു മുകൾ ഭാഗത്ത് കേട്ടോ. എന്നിട്ട് നമുക്കതൊരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ആക്കിയിട്ട് വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുക്കുക. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അപ്പൊ ആ 40 ഇഞ്ചിന്റെ 4/1 ഭാഗം 10 ഇഞ്ചാണ് വരിക. ആ 10 ഇഞ്ചും അതിൽ കൂടി നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ചിട്ട് ലൂസ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. നല്ല തടിയുള്ളവരോ അല്ലെങ്കിൽ നല്ല ബാക്കൊക്കെ അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് ലൂസ് എടുക്കാം. അതല്ല ഹിപ്പ് റൗണ്ട് കുറവാണ്, ഹിപ്പ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഒക്കെ ഏകദേശം ഒരേപോലെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 1 ഇഞ്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാനിവിടെ 2 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതായത് ഈ 40 ഇഞ്ച് ഹിപ്പ് റൗണ്ടിന്റെ 4/1 ഭാഗം 10 ഇഞ്ചും അതിൽ കൂടി ലൂസിന് വേണ്ടിയിട്ട് 2 ഇഞ്ചും കൂട്ടിയിട്ട് ഞാനിവിടെ 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 12 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. അതേ 12 ഇഞ്ച് നമുക്ക് കുറച്ച് താഴേക്ക് ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു 12 ഇഞ്ച് ഉണ്ടല്ലോ, അതേ 12 ഇഞ്ചും അതിൽ കൂടി 2 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് നമുക്ക് ഇതിന്റെ ക്രോച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മുടെ ഈ ഒരു വേസ്റ്റ് ഭാഗത്ത് വന്നത് എത്രയാണോ അതിൽ കൂടി 2 ഇഞ്ച് കൂട്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ക്രോച്ചിന്റെ ലെങ്ത് കിട്ടും.
അത്രേ ഉള്ളൂ. നമുക്ക് ഇതിൽ ക്രോച്ച് ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഈ ഒരു ഭാഗത്തെ മെഷർമെന്റിൽ കൂടി 2 ഇഞ്ച് കൂട്ടുക. നല്ല തടിയുള്ളവരാണ്, നന്നായിട്ട് ബാക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ച് വരെ കൂട്ടി കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു 2 ഇഞ്ച് മാത്രം ലൂസ് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 12 ഇഞ്ചാണല്ലോ എടുത്തത്. അതിൽ കൂടി നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ഈ ഭാഗത്തേക്കും 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നല്ല തടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 ഇഞ്ച് വരെ ഈ ഒരു ഭാഗത്തേക്കും അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ ഞാനിപ്പോ 2 ഇഞ്ചാണ് കൊടുത്തത്. ഇവിടുന്ന് ഇങ്ങോട്ടും ഞാൻ 2 ഇഞ്ചാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ക്രോച്ചിന്റെ ഒരു ലെങ്ത്തും അതേപോലെ വിഡ്ത്തും നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ക്രോച്ച് നമുക്കൊന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് കെർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. അപ്പൊ ഈ ഒരു കെർവ് ചെയ്ത് നമ്മളിത് വരക്കുന്ന ടൈമിൽ വല്ലാണ്ട് ഇങ്ങനെ കുഴിച്ച് വരക്കരുത്. അങ്ങനെ വരച്ചിട്ട് ഒരു കാര്യമില്ല. കുറച്ചിങ്ങനെ ചെരിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചാൽ മതി. വല്ലാണ്ട് കുഴിച്ച് വരച്ചാൽ എന്തായാലും ക്രോച്ച് ഭാഗം നല്ല ടൈറ്റ് ആയി നിൽക്കും. ഈ ഒരു ക്രോച്ച് ഭാഗം ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പാന്റിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ വലിഞ്ഞ് കയറി നിൽക്കും, മുകളിലേക്ക് കയറി നിൽക്കും. അപ്പൊ നമ്മൾ പാന്റ് ഇടുന്ന സമയത്ത് പാന്റിന്റെ ഈ ഒരു വശം ഉള്ളിലേക്ക്, നടുഭാഗം ഉള്ളിലേക്ക് കയറിയിട്ടും 2 സൈഡും തൂങ്ങിയിട്ടും നിൽക്കുക. അത് ഈ ക്രോച്ച് ടൈറ്റ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ. ക്രോച്ച് ഒന്ന് ലൂസ് ആക്കിയിട്ട് പാന്റ് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിവ് വരുന്നത് മാറ്റാം. ഇപ്പൊ നമ്മൾ ക്രോച്ച് ഇതേപോലെ കർവ് ചെയ്ത് വരച്ചു. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇതിവിടെ ഒരു ലൈൻ ആക്കിയിട്ട് തന്നെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ അളവ് അടയാളപ്പെടുത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തിന്റെ കറക്റ്റ് സെന്റർ നമ്മൾ എടുക്കുക. ഇപ്പൊ ഇവിടെ 14 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 14 ഇഞ്ചിന്റെ കറക്റ്റ് സെന്റർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 14 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 14 ഇഞ്ച്. അപ്പൊ ഇതിന്റെ സെന്റർ പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 ഇഞ്ചാണ് കേട്ടോ. സോറി, ഈ 7 ഇഞ്ചും 7 ഇഞ്ചും കൂട്ടിയിട്ട് 14 ഇഞ്ചാണ്. അപ്പൊ ഈ 7 ഇഞ്ച് നമുക്ക് ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം താഴെ. അതിനാദ്യം നമുക്ക് ഇതിന്റെ എത്രയാണോ നമ്മളെ പാന്റിന്റെ മെഷർമെന്റ്, അതായത് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമ്മൾ ഇവിടെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പാന്റിന്റെ ലെങ്ത് അടയാളപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആദ്യം വരച്ച 2 ഇഞ്ച് കൂട്ടാതെ അതിന്റെ താഴേക്ക് വേണം നമ്മൾ പാന്റിന്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാൻ. ഇത് നമ്മൾ ഇലാസ്റ്റിക്കും ബാക്കിൽ പട്ടയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ആ ഒരു പീസാണ്. അത് നമ്മളിങ്ങനെ മടക്കി തയ്ക്കും. അപ്പൊ ഈ ഒരു ഭാഗം വിട്ടിട്ടുള്ള ഭാഗത്തുനിന്ന് വേണം നമ്മൾ അളവെടുക്കാൻ കേട്ടോ. അപ്പൊ ഇവിടുന്ന് താഴേക്ക് ഞാൻ 35 ഇഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളത്. ആ 35 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പൊ ഞാനിവിടെ 35 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇതാണ് എന്റെ പാന്റിന്റെ ടോട്ടൽ ഇറക്കം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു 7 ഇഞ്ച് ഉണ്ടല്ലോ, ഇവിടുത്തെ 7 ഇഞ്ച്, ഈ 7 ഇഞ്ച് നമുക്ക് ഇവിടെയും അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതാണ് ഈ പാന്റിന്റെ സെന്റർ ഭാഗം വരുന്നത്. അതായത് ഫ്രണ്ട് പീസിന്റെ സെന്റർ ഭാഗമാണ് ഈ വരുന്നത്. ഈ സെന്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് താഴെ വശത്ത് എത്ര വീതിയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിന്റെ പകുതി ഇങ്ങോട്ടും പകുതി അങ്ങോട്ടും അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറെ പേര്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ 6 ഇഞ്ച് മാത്രം എടുത്തു കഴിഞ്ഞാൽ ലൂസ് നമ്മൾ ഇതിൽ കൂട്ടി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടൈറ്റ് ആവൂലേ എന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ 6 ഇഞ്ച് മാത്രമാണ് എടുക്കുന്നത്. സാധാരണ ഒരു പാന്റിന്റെ അടിവശത്ത് 6 ഇഞ്ച് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു പാകത്തെ ലൂസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ്ട്രാ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ബാക്ക് വശം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ചും പിന്നെ ബാക്ക് പീസിന്റെ 6 ഇഞ്ചും അതിൽ കൂടി 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ബാക്ക് പീസിൽ കൂട്ടുന്നത്. അപ്പൊ 12ൽ കൂടി 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 14 ഇഞ്ച് നമുക്ക് ഈ ഒരു വശത്ത് കിട്ടുന്നുണ്ട് കേട്ടോ, ടോട്ടൽ ലെങ്ത്. അപ്പൊ അതിന്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു അത്യാവശ്യം ലൂസ് കിട്ടും. അപ്പൊ ഇനി അതിൽ കൂടുതൽ ലൂസ് വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വശത്തെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അതോ ഞാൻ എന്റെ ഒരു കറക്റ്റ് മെഷർമെന്റ് ആണ് 6 ഇഞ്ച് ഈ ഒരു താഴെ വശത്ത് വേണമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അത് 7 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ കൊടുക്കാം. അതായത് ഇവിടെ നിങ്ങോട്ട് 4 ഇഞ്ചോ ഇവിടെ നിങ്ങോട്ട് 4 ഇഞ്ചോ ആണ്, ടോട്ടൽ 8 ഇഞ്ച് വരെ നിങ്ങൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഒരു കറക്റ്റ് മെഷർമെന്റ് 6 ഇഞ്ച്, ഇവിടെ നിങ്ങോട്ട് 3 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചും, ഇങ്ങനെ ടോട്ടൽ 6 ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ അടയാളപ്പെടുത്താം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇങ്ങനെ. ഇനി അതേപോലെ ഈ വശത്ത് നമ്മൾ ലൈൻ വരക്കുമ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഇതേപോലെ വരച്ചു കൊടുക്കുക. ഒന്ന് കളർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഈ ഒരു വശത്തും നമുക്ക് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ താഴേക്ക് ഞാൻ 3 ഇഞ്ചാണ് ഇറക്കെടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ച്
താഴെ വശം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് വീതിയിൽ മടക്കി തയ്ക്കുമ്പോഴുള്ളൂ ഈ ഒരു സിഗരറ്റ് പാന്റിന് ഒരു നല്ലൊരു ലുക്ക് വരുള്ളൂ കേട്ടോ. ചെറിയ വീതിയിൽ നിങ്ങൾക്ക് മടക്കി തയ്ക്കണമെങ്കിൽ തയ്ക്കാം. നിങ്ങൾക്ക് തുണി തികയുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എടുത്ത തുണി കുറവായി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നിങ്ങൾ അടയാളപ്പെടുത്തിയതിന് ശേഷം, അതായത് ഈ 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താതെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തുകളൊക്കെ അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് നിങ്ങൾ ഇങ്ങനെ പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്തുനിന്ന് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ എക്സ്ട്രാ 2 ഇഞ്ച് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ പിന്നെ നമുക്ക് ആവശ്യമുള്ള എത്ര പീസ് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു വശത്തും നമുക്ക് പാന്റിന്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. തുണി തികയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ അത്യാവശ്യം തുണി എടുത്തിട്ടാണ് അടിക്കുന്നത്, അതുകൊണ്ട് ഇതിലിപ്പോ നമുക്ക് തുണിയൊക്കെ തികയുന്നുണ്ട്. അപ്പൊ തുണി തികയാത്തവര് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 3 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇത് തയ്യൽ തുമ്പാണ്, അതായത് പാന്റിന്റെ അടിവശം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ലൈൻ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു അടിവശത്ത് ഇവിടെ ചെരിഞ്ഞിട്ടാണ് ഈ ഒരു ലൈന് പോണത്. ഇതും കുറച്ച് ചെരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈന് വരച്ചാൽ നമുക്കിത് മടക്കി തയ്ക്കുന്ന ടൈമിൽ ഈ ഒരു വശത്തേക്ക് ഇത് തുണി തികയില്ല. കാരണം ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് വരച്ചു കഴിഞ്ഞാൽ ഇത് മടക്കി കൊടുക്കുമ്പോൾ ഇവിടേക്കും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ ഇത്രയും ഭാഗത്ത് നമുക്ക് ഈ ഒരു തുണി ഇവിടെ തികയാതെ വരും. അതുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞു പോണ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടും ചെരിച്ചിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞു പോണത് ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ മാർക്ക് ചെയ്യണം. അതിന് ഏറ്റവും നല്ലൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് കളർ ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഈ ഒരു വശത്തും വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് മടക്കി വെച്ചു കൊടുക്കുക. ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കണ്ടോ, ഈ ഒരു ലൈൻ ഇങ്ങനെ പോയത് ഇതേപോലെ വെടുക്കും. നമുക്കിത് അടയാളം കിട്ടി. ഇനി അതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് കളർ ചെയ്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇവിടേക്കും ചെറിയൊരു ചെരിവ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചെരിവും കൂടി നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി എടുക്കാം. അപ്പൊ ഈ ഒരു താഴെ വശം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഇവിടെ നന്നായിട്ടൊന്ന് കളർ കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തുണി ഇവിടെ നേരെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ ഇതേ ഷേപ്പ് ഇങ്ങോട്ടേക്കും കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ താഴെ വശത്ത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അത് നിങ്ങൾക്ക് മാറിപ്പോവരുത്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. ഇത്രയേ ഉള്ളൂ ഉണ്ടാവുക. ഈ ഒരു വശത്ത് നമുക്ക് തുണി തികയാതെ വരും. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് പീസിന്റെ കട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കത്തെ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വശത്ത് കൂടുതൽ ഇങ്ങനെ 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 പോയിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു തുണി കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ മടക്ക് വരുന്ന ഈ ഒരു ഭാഗം അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് 2 സെപ്പറേറ്റ് പീസുകൾ ആക്കിയിട്ട് ഇതിനെ മാറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് വശം കട്ട് ചെയ്യാനുള്ള പീസ് ഞാൻ ഇവിടെ 2 ആക്കിയിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വീതിനെ ഇതേപോലെ 2 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നമ്മളിപ്പോ കട്ട് ചെയ്ത ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നത്. അപ്പൊ ഇത് അടയാളപ്പെടുത്താൻ ആദ്യം എന്ത് ചെയ്യണം, 2 ഇഞ്ച് നമുക്ക് മുകളിലൊന്ന് വിട്ടുകൊടുക്കണം. ആ 2 ഇഞ്ച് നമ്മൾ നേരത്തെ വിട്ട പോലെ പട്ട തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല, ഇവിടെ നിന്ന് 2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ട് അതിന്റെ താഴേക്കാണ് നമ്മൾ ഇപ്പൊ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഇതേപോലെ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഈ ഒരു വശം നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി ഈ 2 ഇഞ്ചിന്റെ താഴേക്കാണ് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയെടുത്ത ഈ ഒരു പീസ് വെച്ചു കൊടുക്കുന്നത്. ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. ഇതിന്ന് ഒരു പീസ് മതി കേട്ടോ. നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് മതി. രണ്ടും കൂടി നമുക്ക് മാനേജ് ചെയ്ത് വെക്കണമെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടേക്കും. അതും രണ്ടും ഒരേപോലെ ആയി വരണ്ടേ. അപ്പൊ നമുക്ക് ഒരു പീസ് എടുത്താൽ മതി. അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ഇതേപോലെ വെച്ചു കൊടുക്കാം. 2 ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് താഴേക്ക് വേണം നമ്മൾ ഈ 2 ഇഞ്ചും ബാക്കി നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ അളവുകളും വെച്ചു കൊടുക്കാൻ. മനസ്സിലായല്ലോ? ഇനി ഇതേപോലെ നമ്മൾ നല്ല ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വൃത്തിയിൽ നേരെ നിവർത്തി വെക്കുക. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഈ അടയാളപ്പെടുത്തി ഈ ഒരു പാന്റിന്റെ ഭാഗങ്ങൾ ഉണ്ടല്ലോ, അതൊന്നിതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ഒരു സൈഡിൽ നമ്മൾ കറക്റ്റ് അതേപോലെ തന്നെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. താഴെ ഇതിന്റെ ലെങ്ത്തും നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടിൽ അടയാളപ്പെടുത്തിയ അതേ അളവിനെ അടയാളപ്പെടുത്തി ഈ ഒരു വശത്തെത്തുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഈ ഒരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഈ ഒരു ലൈൻ നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം.
ഇങ്ങനെ. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ ടേപ്പ് വെച്ചിട്ട് തന്നെ എല്ലാ വശത്തും 2 ഇഞ്ച് വീതി വിട്ടിട്ട് ഇതേപോലെ ഇവിടെ 2 ഇഞ്ച് ഇങ്ങനെ എല്ലായിടത്തും 2 ഇഞ്ച് വിട്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മളെ ഫ്രണ്ട് ഭാഗത്തിനിലേറെ 2 ഇഞ്ച് വീതി കൂടുതലാണ് ബാക്കത്തെ വശം. അത് ഒരു വശത്തേക്കാണ്. ഒരു പാന്റിന്റെ ഇതിനാണ് ഈ 2 ഇഞ്ച് വരുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നിൽക്കുന്ന ആ ഒരു പീസിലും ഈ ഒരു 2 ഇഞ്ച് വരും. അപ്പൊ ടോട്ടൽ 4 ഇഞ്ച് വീതി ബാക്കിൽ ലെങ്ത് കൂടും. മനസ്സിലായല്ലോ? ഇതേപോലെ എല്ലായിടത്തും 2 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് ലൂസ് കിട്ടും കേട്ടോ. ഈ ഒരു 2 ഇഞ്ച് നിങ്ങൾ എന്തായാലും ഇതിൽ കൂട്ടി കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ലൂസും പാകമൊക്കെ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ അത്യാവശ്യം ലൂസ് ഉണ്ടാവും നമ്മളെ പാന്റ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതേപോലെ എല്ലായിടത്തും നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തു. ഇനി ഇത് തമ്മിലൊന്ന് യോജിപ്പിച്ചുകൊണ്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം. ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം മുകളിലും കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്താണ്ട്, അതായത് ഈ ഒരു പീസിനെ മാറ്റി വെക്കാം കേട്ടോ. അതായത് നമ്മൾ പാന്റിന്റെ കറക്റ്റ് എല്ലാ മെഷർമെന്റും അടയാളപ്പെടുത്തിയെടുത്തല്ലോ. ബാക്ക് ഭാഗത്തേക്ക് ആവശ്യമുള്ള എല്ലാ മെഷർമെന്റും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഈ ഒരു ബാക്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ഈ ക്രോച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഇതിന്റെ പാന്റിന്റെ ഈ ഒരു വശത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചെരിച്ചിട്ടൊരു കട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ 2 ഇഞ്ചിലാണ് നമ്മളിത് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കാം. മനസ്സിലായല്ലോ? ഇപ്പൊ ഈ ഒരു വശം എവിടെയാ വരുന്നതെന്ന് അറിയോ? നമ്മുടെ പാന്റിന്റെ സൈഡ് ഭാഗമാണിത്. ഇതാണ് നമ്മുടെ പാന്റിന്റെ സൈഡ് ഭാഗം. ഇതാണ് പാന്റിന്റെ നടുവശം വരുന്നത്. ക്രോച്ച് വരുന്ന ഏരിയ ഇതാണ്. അപ്പൊ ഈ ഒരു സൈഡ് വശം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒപ്പം വരും ഈ ഒരു വശത്തെത്തുമ്പോ. മനസ്സിലായല്ലോ? ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്കത് കറക്റ്റ് ആക്കിയിട്ട് മനസ്സിലാക്കി തരാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗവും കറക്റ്റ് ആയിട്ടായിരിക്കും വരികണ്ടോ. ഈ 2 വശം ഒപ്പാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോച്ച് ഭാഗങ്ങൾ തമ്മിലൊന്ന് ജോയിന്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പാന്റിന്റെ ആദ്യം തയ്ച്ചു കൊടുക്കുന്നത് എവിടെ അറിയോ? ഈ ഒരു ക്രോച്ച് വരുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു അളവിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പല്ലകലത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വശത്ത് ഈ ഒരു ക്രോച്ച് ഭാഗമാണ് നമ്മൾ ആദ്യം തയ്ച്ചെടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അതും നമ്മൾ തയ്ച്ചെടുക്കുന്ന ടൈമിൽ ഇതിന്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലൂടെ ഈ ഒരു ക്രോച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് ഭാഗം എടുക്കുക. ഫ്രണ്ട് ഭാഗത്തിന്റെയും ക്രോച്ചുകൾ തമ്മിൽ തയ്ച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതിന്റെ നല്ല വശം വെച്ചു കൊടുക്കാം. ഈ ഒരു പീസിന്റെ നല്ല വശവും വെച്ചു കൊടുക്കുക. ഈ നല്ല വശവും ചേർത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇതിന്റെ ക്രോച്ച് ഭാഗവും നമുക്ക് ഇതേപോലെ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഇതിൽ ക്രോച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു 2 പാന്റിന്റെയും ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. സെന്റർ ഭാഗം ഉണ്ടല്ലോ, അതിൽ നമുക്ക് 1/2 ഇഞ്ച് വീതം വീതിയിൽ വരുന്ന ചെറിയ ഓരോ ടെക്കുകൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6 ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6 ഇഞ്ചും അടയാളപ്പെടുത്തുക. ഓക്കെ, ഇതേപോലെ നമ്മൾ 2 ഭാഗത്തും അടയാളപ്പെടുത്തി എടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 സൈഡിൽക്കും ഒരു 1/2 ഇഞ്ച് വീതം ഇതേപോലെ ഒരു ടെക്ക് ഇടാനുള്ള ഭാഗം നമ്മൾ ഇതിൽ വരച്ചു കൊടുക്കുകയാണ്. കണ്ടോ? ഇതേപോലെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 1/2 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 1/2 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ചും അങ്ങനെ നമുക്ക് ഇതൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ടെക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്തിട്ട് വരാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ 2 ടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് നല്ല കുറച്ച് വീതി കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ബാക്ക് ഭാഗത്തൊക്കെയാണ് അത്യാവശ്യം വീതി വേണ്ടത്. ഫ്രണ്ടിലേക്ക് വീതിയുടെ ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് വശത്ത്
ഇലാസ്റ്റിക് വെച്ചു കൊടുക്കണം. അപ്പൊ ഇലാസ്റ്റിക്കിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മളെ ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ, ഹിപ്പ് റൗണ്ടിനെ 2 ഭാഗമാക്കി മാറ്റുക. അപ്പൊ 20 ഇഞ്ച് കിട്ടും. അതായത് ഹിപ്പ് റൗണ്ട് 40 ഇഞ്ചാണ്. ആ 40 ഇഞ്ചിന്റെ നേർ പകുതി 20 ഇഞ്ച്. 20 ഇഞ്ചിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 6 ഇഞ്ച് കുറക്കണം. 20 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ച് കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 14 ഇഞ്ച് കിട്ടും. അതാണ് നമ്മൾ ബാക്കിലത്തെ ഇലാസ്റ്റിക്കിന്റെ അളവായിട്ട് എടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിന്റെ നേർ പകുതി എടുക്കുക. ഇപ്പൊ നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് ഒരു 38 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 38ന്റെ നേർ പകുതി എടുക്കുക. ആ നേർ പകുതിയിൽ നിന്ന് ഒരു 6 ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന അളവ് ഇലാസ്റ്റിക്കിന്റെ അളവാക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ലൂസിലുള്ള, അത്യാവശ്യം ലൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പാകത്തെ കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ. കാരണം നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ നല്ല വീതിയുള്ള പട്ടയായിരിക്കും, ഫ്രണ്ടിൽ നല്ല നീളം വരുന്നുണ്ട്. അപ്പൊ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യും, 14 ഇഞ്ചും ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു 20 ഇഞ്ചും കൂട്ടുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല വട്ടം വരും. മനസ്സിലായല്ലോ? അപ്പൊ ബാക്കിൽ കുറച്ച് ടൈറ്റിൽ ഇലാസ്റ്റിക് ഇടുന്നതാണ് നല്ലത്. ഫ്രണ്ടിൽ അത്യാവശ്യം ലൂസായി കിടക്കുന്ന പട്ടയാണ് നമുക്ക് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ട് ബാക്കിൽ മാത്രമാണ് ഇലാസ്റ്റിക്. അപ്പൊ ബാക്ക് അത്യാവശ്യം ടൈറ്റിൽ കിടക്കണമെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക്കിന്റെ അളവ് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഹിപ്പ് റൗണ്ടിന്റെ 2-ൽ 1 ഭാഗം എടുക്കുക. ആ 2-ൽ 1 ഭാഗത്തിന്റെ ഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, 6 ഇഞ്ച് കുറക്കുക. അപ്പൊ ഞാനിവിടെ 14 ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക് ആണ് ഇതിന് വെച്ചു കൊടുക്കുന്നത് കേട്ടോ. 40 ഇഞ്ചിന്റെ നേർ പകുതി 20 ഇഞ്ച്. 20 ഇഞ്ചിൽ നിന്ന് ഞാൻ 6 ഇഞ്ച് കുറച്ചു. ആ 6 ഇഞ്ച് കുറച്ചിട്ട് എനിക്ക് 14 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 14 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു, ഇലാസ്റ്റിക്കിൽ അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, പക്ഷെ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഇനി ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഈ ഒരു വശത്ത് 1/2 ഇഞ്ച് എല്ലാ ഭാഗവും ആദ്യം മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ. ഈ ഒരു വശത്ത് നമ്മൾ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തത് കൊണ്ട്, ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇങ്ങനെ 1/2 ഇഞ്ച് മടക്കിയിട്ട് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം ഇത് ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് കംപ്ലീറ്റ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരാ. ഇതേപോലെ ഈ ഒരു വശത്ത് എത്തുമ്പോൾ ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറിയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ അതൊക്കെ അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോരാ. ഈ ഒരു അറ്റം മുതൽ ഈ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ ബാക്ക് ഭാഗം കണ്ടോ, ഈ ഒരു പട്ട കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇലാസ്റ്റിക് കേട്ടോ, പട്ടയല്ല സോറി, ഇലാസ്റ്റിക് നമ്മൾ കംപ്ലീറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്ത് നിന്ന് നമ്മൾ ഇതിങ്ങനെ വലിക്കുക, ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പൊ ഈ ഒരു വശത്ത് ഇവിടെയാണ് നമ്മുടെ 14 ഇഞ്ച് വരുന്നത്. അവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഇങ്ങനെ വലിച്ചു വിടുക. എല്ലാ വശത്തും ഒരേപോലെ ഇലാസ്റ്റിക് വന്നു. ഇനി ഇതിന്റെ മുകളിലൂടെ നമ്മൾ നടുവ് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. അല്ലെങ്കിൽ ഇലാസ്റ്റിക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, മറിഞ്ഞു നിൽക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിൽ പട്ടയാണ് വെച്ചെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ ക്യാൻവാസ് 1 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ക്യാൻവാസിന്റെ റോള് മേടിക്കാനും കിട്ടും കേട്ടോ. 1 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് ഇതേപോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു വശത്ത് കംപ്ലീറ്റ് ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കത് അങ്ങനെ ഒന്ന് അയൺ ചെയ്തിട്ട് വരാം. ഈ ഒരു പട്ട നമ്മൾ ഇതിന്റെ മുകളിൽ ഈ ഇലാസ്റ്റിക്കിന്റെ മുകൾ വശത്തേക്ക് ഈ പട്ട വരുന്ന രീതിയിൽ കണ്ടോ, ഇലാസ്റ്റിക്കിന്റെ നേരെ മുകളിലേക്ക് ഈ പട്ട വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മറിഞ്ഞു കിടക്കുന്ന തരത്തിലാണ് കേട്ടോ അത് വെക്കേണ്ടത്. ആദ്യം നമുക്ക് ഒരു സൈഡിൽ ചെയ്തെടുക്കാം. ഈ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ഇലാസ്റ്റിക്കിന്റെ മുകളിലേക്ക് ഈ ഒരു സൈഡിലാണ് ആദ്യം നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഇലാസ്റ്റിക്കിന്റെ മുകളിലേക്ക് ഈ പട്ട ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഈ ഒരു ക്യാൻവാസ് മനസ്സിലായല്ലോ. ഈ ക്യാൻവാസ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുകയാണ്. ആദ്യം ഈ ഒരു വശം നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു താഴെ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് രണ്ടും ഒപ്പാണ്. അപ്പൊ ആ ഒരു ഒപ്പം നമ്മൾ കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ ഇത് ഈ ഒരു അറ്റം വരെ നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വശത്തും അതേപോലെ തന്നെ ചെയ്യുക. ഈ ഇലാസ്റ്റിക്കിന്റെ മുകളിൽ പട്ട വരുന്ന രീതിയിൽ ഇതേപോലെ കണ്ടോ, ഇലാസ്റ്റിക് നിൽക്കുന്നത് ഇവിടെയാണ്, പട്ട നിൽക്കുന്നത് അതിന്റെ തൊട്ട് മുകളിലാണ്. അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചു കൊടുക്കുക. അത് നല്ല വശം ചേർത്തിട്ട് വേണം നമ്മൾ വെക്കാൻ. ഇതേപോലെ വെച്ചിട്ട് ഇത് ഇതിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കാം. ഈ ഒരു 1/2 ഇഞ്ച് ഇതിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സൈഡും നമുക്ക് അതേപോലെ തന്നെ കംപ്ലീറ്റ് ജോയിൻ ചെയ്തെടുക്കാം, താഴെ വരെ ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം.
ഇപ്പൊ നമ്മൾ ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ഞാൻ പറഞ്ഞ പോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പട്ട മുകളിലേക്ക് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇങ്ങനെ രണ്ട് ഭാഗത്തും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. കണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ പെട്ടു. ഇലാസ്റ്റിക്കിന്റെ സ്റ്റിച്ച് ഇവിടെ കാണുന്നില്ല. അതേപോലെ ഈ ഒരു വശത്തും നമുക്കിതിങ്ങനെ പുറത്തേക്ക് മറിച്ചെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്തിനാണ് ഇങ്ങനെ വെച്ച് തയ്ച്ചതെന്ന്? ഈ ഒരു സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇതിന്റെ പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് തയ്ച്ചത് ഈ ഒരു സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു ഭാഗം തയ്ച്ചെടുത്തു. ഇനി ഇതിന്റെ മുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഈ പട്ട ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ വെച്ചിട്ട് കംപ്ലീറ്റ് ഇതിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ മുകളിലൂടെ ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ നമുക്കിത് സ്റ്റിച്ച് ഇട്ടെടുക്കാം. അപ്പൊ നമ്മളെ പട്ട ഇവിടെ ഫ്രണ്ടില് പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കും ഉള്ള പാന്റിന്റെ അരഭാഗം റെഡി ആയി വരും കേട്ടോ. നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ ഫ്രണ്ടിലെ പട്ട മടക്കി തയ്ച്ചു, ഇലാസ്റ്റിക് തയ്ച്ചു. അപ്പൊ ഇത് രണ്ടും റെഡിയായി. കണ്ടോ, ഫ്രണ്ടിൽ പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കും വന്നിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റിച്ചൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളിത് തയ്ച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു വശമൊക്കെ കണ്ടോ നിങ്ങൾ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സെന്റർ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ സെന്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു താഴെ വശം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഈ താഴെ വശത്ത് നമ്മൾ 1/2 ഇഞ്ച് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അതായത് നമ്മൾ 3 ഇഞ്ചാണല്ലോ എടുത്തത്, അതിൽ 1/2 ഇഞ്ച് പോകുമ്പോൾ ബാക്കി 2.5 ഇഞ്ചായിരിക്കും ഉണ്ടാവുക. ആ 2.5 ഇഞ്ചിൽ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഒരു വശം കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇതിന്റെ താഴെ വശം തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കുക, എന്നിട്ട് 2.5 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ഒരു പാന്റിന്റെ കാലും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു താഴെ വശമൊക്കെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തു, ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 2 വശവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ക്രോച്ച് ഭാഗത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു വശത്ത് കൂടെ ഇപ്പുറം വരെ വരിക. കണ്ടോ, ഈ ഒരു താഴെ വശം വരെ നമ്മൾ ഇതേ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതോടുകൂടി നമ്മളെ പാന്റിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ ഫ്രണ്ടില് പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കും ഉള്ള പാന്റ് ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാന്റ് വരുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്ച്ചു നോക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു പാന്റിന്റെ ബാക്കിലത്തെ പീസ് ഇങ്ങനെ കുറച്ച് വീതി ആയിരിക്കും, പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല വൃത്തിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കും കൂടി ചെയ്താൽ അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു പാന്റ് തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഫ്രണ്ടില് പട്ടയൊക്കെ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ ഇതാ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക് ഭാഗം ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് കട്ട് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തേക്ക് ഒന്നിങ്ങനെ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്ക് വശത്തേക്ക് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു അരഭാഗം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി പോരും താഴെ വശത്തേക്ക്. ഇവിടെ വീതി ഇല്ലെങ്കിൽ, ഇവിടെ ലൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് ബാക്ക് പീസ് കട്ട് ചെയ്തപ്പോൾ എക്സ്ട്രാ 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലും ഫാമിലിയിലും ഒക്കെ തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.